മാനവമോചന സമത്വ സുന്ദര വേദാന്തം പാരിൽ മനുഷ്യരെല്ലാം പ്രപഞ്ച സൃഷ്ടിയിൽ തുല്യതയോടെന്നും മനുഷ്യരെല്ലാം പ്രപഞ്ച സൃഷ്ടിയിൽ തുല്യതയോടെന്നും ഭവിച്ചു കാണാൻ നമ്മൾക്കൊന്നായി പരിശ്രമിച്ചിടാം. മഴയും വെയിലും പ്രാണനതാകും വായുവും അതുപോലെ പൊതുവിൽ എല്ലാം മനുഷ്യ മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ. പുതിയൊരു ലോകം പൊതുവിൽ നമ്മൾ സൃഷ്ടിക്കാനായി പ്രവർത്തനത്തിൽ മുഴുകിയിടാം നാം പൊതുനന്മയ്ക്കായി. എന്തെങ്കിലും മനസ്സിലായി നിങ്ങൾക്ക്? എന്താ മനസ്സിലായി? ലോകത്തിൽ പ്രപഞ്ചത്തില് മനുഷ്യൻ എന്നുള്ള ഒരൊറ്റ എന്തുള്ളൂ സൃഷ്ടിയാണ് പ്രത്യേകമായിട്ടുള്ളത് അല്ലേ? അവർക്ക് മാത്രമേ വിവേകം കൊടുത്തിട്ടുള്ളൂ. വകതിരിവ്, അച്ഛനാരാണെന്നും അമ്മ ആരാണെന്നും കണ്ടാലുള്ള തിരിച്ചറിവും. മൃഗങ്ങൾക്കായില്ല 5 അറിവുള്ളൂ. 6 അറിവ് എന്നുള്ളത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. 5 അറിവ് എന്ന് പറഞ്ഞാൽ ഈ തിരിച്ചറിവില്ലാത്ത സാധനം മൃഗങ്ങൾ. 6ാമത്തെ അറിവാണ് വകതിരിവ്, വിവേകം. വിവേകം ഇല്ലെങ്കിൽ എന്താണ്? വിനാശമാണ്. വിവേകമില്ലെങ്കിൽ വിനാശം. മനസ്സിലാ? അതുകൊണ്ട് നമ്മളെല്ലാവരും മനുഷ്യരാണെന്ന് ആദ്യം ചിന്തിക്കുക. അതിനുശേഷം ബാക്കി ഒന്നുള്ളൂ കേട്ടോ. മനുഷ്യനാവുക, സ്നേഹം പങ്കെടുക്കുക, എല്ലാവർക്കും ഭക്ഷണം, എല്ലാവർക്കും വസ്ത്രം, എല്ലാവർക്കും പാർപ്പിടം, എല്ലാവരും അധ്വാനിക്കുക. അപ്പോഴേ നമ്മളെ യാഥാർത്ഥ മനുഷ്യന്റെ എന്താവുന്നുള്ളൂ? പൂർണ്ണത കൈവരുന്നുള്ളൂ കേട്ടോ. ഇനി മാസങ്ങൾക്ക്